അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വചനത്തിൽ യോഹന്നാനിലൂടെ എൻ്റെ കർത്താവ് വെളിപ്പെടുത്തിയ വെളിപ്പാടിന്റെ ദൂതിനെ നമുക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി തുറന്നു തന്ന കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. ഈ പ്രവചന വാക്കുകളെ വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാണ്. ഇവിടെ നമ്മൾ ഭാഗ്യവാന്മാരാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവവചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും ഈ വചനപ്രകാരം ജീവിക്കുകയും ചെയ്യണം. നിരാശയിലും കുറ്റബോധത്തിലും ശാപത്തിലും അന്ധകാരത്തിലും പാപത്തിലും ലോകമോഹങ്ങളുടെ വലയത്തിലും കിടന്ന മനുഷ്യനെ യേശു കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച് അവിടുന്ന് നേടി നമ്മെ കർത്താവിലേക്ക് വേർതിരിച്ച സത്യം വചനത്തിൻ്റെ പ്രവചന ദൂതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. യേശുക്രിസ്തുവിന്റെ ക്രൂശിത മരണത്തിലൂടെ ഈ ലോകത്തിലുള്ള അനേകം മനുഷ്യന്റെ പാപങ്ങളെ മോചിച്ചു എന്ന് പറയുമ്പോൾ ഒരാൾ മരിച്ചാൽ എങ്ങനെയാ പാപത്തിന് പരിഹാരമുണ്ടാകുന്നത്? ഒരാള് പാപം ചെയ്തപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ളവരെല്ലാം പാപികളായി തീർന്നത്? ഇതൊരു പ്രവചനമല്ലേ? ഇതൊരു ദൈവിക ദൂതല്ലേ? കാരണം രക്തത്തിലേക്ക് പാപം കലർന്നപ്പോ ആ രക്തത്തിലൂടെ ഉണ്ടായ എല്ലാ മനുഷ്യനും പാപപങ്കുലമായ ജീവിതത്തിനെ ഉടമയായി കടന്നു പോകാൻ ഇടവന്നെങ്കിൽ രക്തം കൊണ്ട് നമുക്ക്, കാരണം യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞ നിഷ്കളങ്ക രക്തമാണ്. പാപമില്ലാത്ത രക്തത്തിന്റെ അഭിഷേകത്താൽ അനേകരുടെ പാപങ്ങളെ കഴുകേണ്ടതിനാണ് രക്തം ചൊരിഞ്ഞത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ഇതൊരു പ്രവചന ദൂത, ഇത് വായിക്കണം. ബൈബിൾ എന്നും വായിക്കണം. കാരണം ഇതിന് ജീവനുണ്ട്. ഇതിൽ നമ്മോട് സംസാരിക്കും. നമ്മൾ ആരോട് എന്ത് പറയണോ അത് നമ്മളോട് പറയും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുണ്ടോ അത് നമുക്ക് കാണിച്ചു തരും. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുണ്ടോ അത് നമ്മളെ പഠിപ്പിക്കും. നമുക്ക് ആത്മീയ വർധനവ് വരുത്തും. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. നമ്മുടെ സ്നേഹം വർദ്ധിപ്പിക്കും. നമ്മുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കും. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കും. സഹോദരങ്ങളും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. ഐക്യത വർദ്ധിക്കും. ഈ പ്രവചനമാ നമ്മോട് പറഞ്ഞത്. ഈ വചനം വായിച്ചാലുണ്ടല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം യോഹന്നാന് വെളിപ്പെടുത്തിയ ആ യേശു കർത്താവിലൂടെ കിട്ടിയ വെളിപ്പാടുകൾ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ദൈവവചനത്തിന്റെ കൃപയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. വരാനിരിക്കുന്ന എല്ലാ ദൈവിക ആലോചനകളും യോഹന്നാനിലൂടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ കാരണം ഒന്നാമതായി അവനായി സാക്ഷിയായി ജീവിച്ചു. 2, ആ സാക്ഷിയായി ജീവിച്ചതിലൂടെയാണ് ദൈവം തൻ്റെ പ്രവചന ദൂതുകളെല്ലാം വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, സാക്ഷിയാകാൻ തുടങ്ങിയാൽ നമ്മളിലൂടെ പ്രവചനം വെളിപ്പെടാൻ തുടങ്ങും. പ്രവചനം വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മൾ കർത്താവിൽ ഈ വചനം കേൾപ്പിക്കണം. ഈ വചനം അനുസരിക്കുകയും ചെയ്താൽ നമ്മൾ ഭാഗ്യമുള്ളവരായി ദൈവകൃപയിൽ ജീവിക്കാൻ തുടങ്ങും. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. കർത്താവിന് വേണ്ടി ഒരു ജീവിതം നമുക്ക് തന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഭാഗ്യമുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്ക്. ഇത് ശപിച്ചും ഇത് പഴിച്ചും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും പോകാനുള്ള ജീവിതമല്ല. ഇത് അനുഗ്രഹമാണ്, സന്തോഷമാണ്, ആനന്ദമാണ്. ഇങ്ങനെ ഒരു ജീവിതം തന്ന കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി, കർത്താവേ, ഞാനിതാ എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ തന്നതല്ലാതെ ഒന്നുമില്ല. നീ ഞങ്ങളെ നടത്തുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.